ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റമദാൻ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ റമദാൻ പ്രമാണിച്ച് നമുക്ക് എങ്ങനെ നല്ല ഭംഗിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇതിൽ വേണ്ടത് സ്ട്രിങ് ലൈറ്റാണ്. അപ്പോൾ സ്ട്രിങ് ലൈറ്റ് എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇതുപോലെ ഈ സ്ട്രിങ് ലൈറ്റ് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ കാർഡ്ബോർഡ് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെർമോക്കോൾ ഷീറ്റായാലും മതി. നല്ല കട്ടിയിലുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ പല ഷേപ്പിലും, അപ്പോൾ നമുക്ക് മൂണാണെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ മൂണിൻ്റെ ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പാണെങ്കിൽ സ്ക്വയർ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഈ സ്ട്രിങ് ലൈറ്റിൽ നിന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ പൂക്കളുടെ ഇടയിലൊക്കെ നമ്മളിത് വയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ 3 വടി എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഷർട്ടിൻ്റെ തുണികളുടെ ഉള്ളിലുള്ള റോളാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുന്ന വടിയോ അല്ലെങ്കിൽ PVC പൈപ്പോ നമുക്കിതിനെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ പോലെയും ആക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ഓരോ വടിയുമിലും ഈ സ്ട്രിങ് ലൈറ്റ് ചുറ്റി കൊടുക്കണം. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള സ്ട്രിങ് ലൈറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് സ്ക്വയർ ഷേപ്പ് ആണെങ്കിലും മതിയാവും. നമുക്കൊരു ടെൻറ്റിൻ്റെ പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ റമദാൻ പ്രമാണിച്ച് ഇതുപോലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീട് കാണാനായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന, അപ്പോൾ ആ ക്യാൻവാസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആ നടുഭാഗത്തെ ആ ഒരു മരത്തിൻ്റെ പോർഷൻ ഞാനിതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ടൊരു തെർമോക്കോൾ ഷീറ്റും സെയിം ലെങ്ത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിക്കറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് ലൈറ്റ് നമ്മളിവിടെ ഇതുപോലെ അവിടെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിൽ ആ ഒരു ഷേപ്പ് കറക്റ്റ് കാണുന്നില്ല കേട്ടോ. ശരിക്കും അവിടെ ഒരു ഡിസൈൻ പോലെയാണ് ആ ലൈറ്റ് കത്തുന്നത്, ആ ബൾബിൻ്റെ ആ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ.